നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു ഓഫീസറും സർക്കാരിന് മീതെ പറക്കരുത് എന്ന് ചൈത്ര തെരേസ ജോൺ IPSനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ നാവിന്റെ ശക്തിയിൽ കേരളം കൈയടിച്ച് പാടിപ്പുകഴ്ത്തുന്ന ഒരു IPS ഉദ്യോഗസ്ഥയെ ഇല്ലാതാക്കാനുള്ള വലിയ മുന്നറിയിപ്പാണ് മുഴങ്ങുന്നത്. അല്ലേലും കേരളത്തിൽ നീതിമാന്മാരായ ഉദ്യോഗസ്ഥരുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണ്. ചൈത്ര തെരേസ ജോണിനെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള വൻ നീക്കമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് കർമ്മ ന്യൂസിന് ലഭിച്ചിരിക്കുന്നത്. ചൈത്ര തെരേസ ജോണിനെതിരെ സർവീസ് ലംഘനം, അച്ചടക്കരാഹിത്യം, ഭരണഘടനയെ ധിക്കരിക്കൽ, സർവീസ് മാനുവൽ ലംഘനം തുടങ്ങിയ അതീവ ഗുരുതരമായ വകുപ്പുകൾ അണിയറയിൽ ഒരുങ്ങുന്നു. ശരിക്കും ആ ചുണക്കുട്ടിയുടെ തലയെടുക്കാൻ ആരാച്ചാരന്മാരായി അധികാരത്തിന്റെ കരങ്ങൾ രംഗത്ത് വരികയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടിറക്കിയ പ്രസ്താവന അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ചൈത്ര തെരേസ ജോണിന്റെ തൊപ്പിയും യൂണിഫോമും ഊരിപ്പിച്ച് ജോലി ഇല്ലാതാക്കുക, വീട്ടിലിരുത്തിക്കുക എന്ന നയമാണ് നടക്കുന്നത്. എന്നാൽ സിംഹക്കൂട്ടിൽ യുദ്ധത്തിന് പോയ ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയെ അങ്ങനെയൊന്നും കീഴ്പ്പെടുത്താനാകില്ല. വെറും 6 മാസം കൊണ്ട് ഇവർ കേന്ദ്രത്തിലേക്ക് ഉയർത്തപ്പെടും. സംസ്ഥാന സർക്കാർ നടപടിയെടുത്താൽ കേന്ദ്ര സർക്കാർ ഇടപെടും. പുതിയ കേന്ദ്ര സർക്കാർ വരുന്നത് അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ചൈത്ര തെരേസ ജോണിന് നല്ല ഇരിപ്പിടം കിട്ടും. അത് കേരളത്തിലെ തന്നെ ചവിട്ടി അരച്ചവരെ ചിലപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള വകുപ്പായിരിക്കാം. അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഇടതു സർക്കാർ അധികാരമൊഴിയുന്ന കേരളത്തിൽ ഭരണത്തിന്റെ ഉന്നത പദവിയിൽ തന്നെ ഈ മിടുക്കി എത്തിയേക്കാം. അങ്ങനെ വന്നാൽ തന്നെ വേട്ടയാടപ്പെട്ടവരെ അവരുടെ സംഹാരമായിരിക്കാം നടക്കുന്നത്. അതായത് ഇപ്പോൾ എടുക്കുന്ന എല്ലാ അച്ചടക്ക നടപടികൾക്കും ചൈത്ര തെരേസ ജോൺ ചുട്ട മറുപടി CPMന് നൽകും. വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരക്കാരുടെ ശ്രമമെന്ന് ആരോപിച്ച കോടിയേരി ഓഫീസർമാർ സർക്കാരിന് മുകളിൽ പറക്കാൻ ശ്രമിക്കരുതെന്നും പറയുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും ഓഫീസർമാർ നിയമപരമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നും കോടിയേരി പറഞ്ഞു. അതായത് CPM ഓഫീസിൽ പോലീസ് കയറിയാൽ അയ്യേ ഇച്ചിച്ചി, BJPക്കാരെ അടിച്ചു പരത്തിയാൽ പുരസ്കാരം. ഇതാവുകയാണ് നമ്മുടെ നാട്. എന്തായാലും നല്ല ഓഫീസർമാർക്ക് ഒരിക്കലും അവരുടെ നീതി നിർവഹണം കേരളത്തിൽ അതീവ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം പറഞ്ഞു വിരട്ടുന്ന ആളുകൾ ഓർത്തോ, നമ്മുടെ ചൈത്ര ഒരിക്കൽ സർവ്വ അധികാരത്തോടെ തിരിച്ചു വരുമ്പോൾ ക്രിമിനലുകളായ ആളുകളെ ശരിക്കും വേട്ടയാടിയിരിക്കും. നീതി നിർവഹണത്തിൽ ഒരു പോലീസ് ഓഫീസർ ഇടപെടുമ്പോൾ ഇങ്ങനെ ഏത് കോടിയേരിയായാലും വിരട്ടരുത്. കാലം മറുപടി നൽകും. വെറും 1-2 വർഷം മാത്രം മതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.